ചില അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മളറിയും, അയ്യോ ഇതിൻ്റെ വാർണിംഗ് സൈൻസ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇഗ്നോർ ചെയ്തതായിരുന്നല്ലോ, എനിക്കറിയത്തില്ലായിരുന്നല്ലോ. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റ് ഡോക്ടർ റോയ് ഇന്ന് എനിക്കൊപ്പം ചേരുകയാണ് ആരോഗ്യത്തിൽ. അദ്ദേഹത്തോട് അതുപോലെ പെട്ടെന്ന് നമ്മൾ അറിയത്തില്ലാത്ത, ചിന്തിക്കത്തില്ലാത്ത ചില അസുഖങ്ങളെക്കുറിച്ച്, അതിൻ്റെ സിംറ്റംസിനെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. വെൽക്കം ഡോക്ടർ. ഡോക്ടർ, ഈ ക്യാൻസർ, പ്രത്യേകിച്ച് കിഡ്നി, ബ്ലാഡർ ക്യാൻസറുകളൊക്കെ, ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ആണെങ്കിൽ നമ്മൾ ലംപ് കാണുന്നുണ്ട്, അതുപോലെ മറ്റു പലതിനും പല രോഗലക്ഷണങ്ങളുണ്ട്. ഇത്തരം ക്യാൻസറുകൾ പലപ്പോഴും അവസാന സ്റ്റേജുകളിൽ എത്തുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം ഇതിന് ഏർലി ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്, നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത്, അങ്ങനെ? സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പല സിംറ്റംസും പല ആൾക്കാരും ഇഗ്നോർ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോവുക, അതും വേദന ഇല്ലാതെ മൂത്രത്തിൽ കൂടി ബ്ലഡ് പോവുക. അങ്ങനെ പലരും ഒരു തവണ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേദനയൊന്നുമില്ല, ഒരു തവണ വന്നു ബ്ലഡ് പോയി, പിന്നെ അവരത് ഇഗ്നോർ ചെയ്യും. അവർക്ക് സിംറ്റംസ് ഒന്നുമില്ല, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ അവർ വിചാരിക്കും, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം കാണിക്കാം. അവർക്ക് അല്ലെങ്കിൽ അത് ചുമ്മാ എന്തെങ്കിലും വേറെ എന്തിൻ്റെങ്കിലും ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പം സ്ട്രെയിൻ ചെയ്തതിൻ്റെ ആയിരിക്കാം എന്നൊക്കെ അവർ വിചാരിച്ച് അവർ അത് ഇഗ്നോർ ചെയ്യും. പക്ഷെ അത് പിന്നീട് അവർ അടുത്ത പ്രാവശ്യം മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുമ്പോഴോ അവർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ബ്ലാഡറിൻ്റെ അകത്തൊരു ട്യൂമർ കാണുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൂത്രത്തിൽ കൂടെ മൂത്രം പോകാനുള്ള തടസ്സങ്ങൾ, മൂത്രം കൂടെ പോവുക, മൂത്രം അറിയാതെ പോവുക, ഇതൊക്കെ സിംറ്റംസ് ഓഫ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ആകാം, യൂറിനറി ഇൻഫെക്ഷൻസ് ആകാം, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കല്ലിൻ്റെ ലക്ഷണങ്ങളാവാം. ഇതെല്ലാം കോമൺ സിംറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് വന്നാൽ, ഇപ്പം മൂത്രം കൂടെ പോവുക, അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോവുക, അല്ലെങ്കിൽ രാത്രി കൂടെ എഴുന്നേൽക്കുക, ഈ സിംറ്റംസ് ഒക്കെ അവർക്ക് ചിലപ്പോൾ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ടാവത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ഡോക്ടറെ കാണാൻ അവർ വിസ്മരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ, പ്രത്യേകിച്ച് 50 വയസ്സിന് മുകളിലുള്ളവർ ഇങ്ങനെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ അത് ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയും അതിൻ്റെ ഫർദർ ടെസ്റ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ ചിലപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബ്ലാഡറിലൊരു ക്യാൻസർ ചിലപ്പം ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ആണ് കൂടുതലും പേഷ്യൻസ് ഇഗ്നോർ ചെയ്ത് പിന്നീട് വരുമ്പം, അല്ലെങ്കിൽ സിംറ്റംസ് കൂടിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഈ അസുഖം വേറൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടോ. നമ്മുടെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ചും സ്റ്റേജ് വെച്ചിട്ടാണ്. ഏർലി ദ ട്രീറ്റ്മെൻറ്റ്, റിസൾട്ട്സ് ആർ ബെറ്റർ. അപ്പം 3rd സ്റ്റേജോ അല്ലെങ്കിൽ 4th സ്റ്റേജോ ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ചിലപ്പം ഒരുപക്ഷെ ട്രീറ്റ്മെൻറ്റ്, ഒരു ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചിലപ്പം കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. ഇപ്പോൾ ബ്ലഡിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ സ്ഥിരമായി മൂത്രം കടുത്ത മഞ്ഞ നിറം അല്ലെങ്കിൽ ചോര കലർന്ന് പോകുന്നു, അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ പോകണമെന്നില്ല. ഇല്ല, ഇങ്ങനത്തെ പ്രത്യേകിച്ച് ബ്ലാഡർ ട്യൂമർ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു തവണ വന്നു, ചിലപ്പം അടുത്ത ബ്ലഡ് വരുന്നത് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോഴത്തേക്കും ഇത് പടരും, അപ്പോഴത്തേക്കും ഇത് സ്ലോലി ഗ്രോ ചെയ്യാം. ഇപ്പൊ ബ്ലഡ് പോകുന്നത് കിഡ്നി ക്യാൻസറിന്റെ ഒരു ലക്ഷണമാണ്, ബ്ലാഡർ ക്യാൻസറിന്റെ ഒരു ലക്ഷണമാണ്, ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും വരാം. അപ്പോൾ ഇത് ഒരു തവണ വന്നു, ചിലപ്പോൾ അത് മാറിപ്പോയി, ചിലപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആയിപ്പോയി. പിന്നെ ചിലപ്പം വരുന്നത് 3 മാസം കഴിഞ്ഞോ, അല്ലെങ്കിൽ ചിലപ്പോൾ 6 മാസം കഴിഞ്ഞോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കിന് ഈ ഗ്രോത്ത് കുറച്ചുകൂടെ വലുതായി, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പ്രെഡ് ആവും, അങ്ങനെയൊക്കെ വരാം. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്തിട്ട് ലേറ്റ് സ്റ്റേജിൽ വരാറുണ്ട്. ഇതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ, പണ്ട് തൊട്ട് ഞാൻ കേട്ടേക്കുന്നതാണ്. ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, മൂത്രത്തിന് നിറം മാറുമ്പോഴാണല്ലോ, അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ, കുറേ വെള്ളം കുടിച്ചാൽ മതി, അതങ്ങ് തന്നെ പൊക്കോളും എന്നൊരു കാര്യം പറയാറുണ്ട്. അപ്പോൾ ഈ യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമായി വരിക, അല്ലെങ്കിൽ അതിന് നമ്മളിങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുക, അത് ക്യാൻസറിലേക്ക് പോവുമോ? യൂറിനറി ഇൻഫെക്ഷൻ ആസ് സച്ച് ക്യാൻസറിലേക്ക് പോകാൻ വളരെ ചാൻസ് കുറവാണ്. യൂറിനറി ഇൻഫെക്ഷൻ, ഈ മൂത്രത്തിൽ ഈ സിംറ്റംസ് വരുന്നത് ചിലപ്പം വെള്ളം കൂടി കുറഞ്ഞാൽ യൂറിനറി സിംറ്റംസ് വരാം. മൂത്രത്തിൽ ചുടിച്ചില്ല, മൂത്രം ഒഴിക്കുമ്പം വേദന, അപ്പം കുറച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പം അത് മാറാറുണ്ട്. എന്നാൽ ഈ വെള്ളം കുടിച്ച് മാറാതെ വരുന്ന സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻസ് ആയിരിക്കും. റിക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ട് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നിരുന്നാലും ഇപ്പോഴത്തെ ചില ക്യാൻസേഴ്സൊക്കെ ഈ ഒരു കാരണം ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് എക്സാക്ട്ലി എന്ത് ഇൻഫെക്ഷൻ ആണെന്ന് നമുക്കിപ്പം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പോൾ 50 വയസ്സൊക്കെ കഴിയുന്ന ആളുകളുടെ പ്രോസ്റ്റേറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഈ കിഡ്നി, അതുപോലെ തന്നെ ഇത്തരം യൂറിനറി റിലേറ്റഡ് ഇത്തരം ക്യാൻസറുകൾ ശരിക്കും എൻ്റെ മനസ്സിലതൊരു പ്രായമായവരുടെ അസുഖമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. എനിക്ക് ചുറ്റും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളവരെല്ലാം തന്നെ 50s 60s ഉള്ളവരാണ്. അത് ശരിക്കും ഒരു പ്രായമായവരുടെ
ഒരു ക്യാൻസറാണോ ഈ കിഡ്നി എന്നൊക്കെ പറയുന്നത്? അതെ, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് 60 വയസ്സിന് കഴിഞ്ഞിട്ടുള്ളതല്ല. യൂഷ്വലി കാണുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 80% എൽഡർലി പേഷ്യൻസിലാണ് കാണുന്നത്. എന്നാൽ യങ് പേഷ്യൻസിൽ കാണാം പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇപ്പം 50ക്ക് താഴെ 50 വയസ്സിന് താഴെയുള്ളവരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാം. പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസറുകൾ, ഇപ്പം വീട്ടിലാർക്കെങ്കിലും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, ഫാദറിനോ ബ്രദറിനോ അവർക്ക് ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് ചിലപ്പം നേരത്തെ ക്യാൻസർ വരാം. അങ്ങനെയുള്ളവർ ഒരു 40-45 വയസ്സിൽ തന്നെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ തന്നെ ഈ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ക്യാൻസർ കണ്ടുപിടിക്കണം, അതായത് കിഡ്നിയുടെയൊക്കെ ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ടോ? അങ്ങനെ കിഡ്നി ക്യാൻസർ കണ്ടുപിടിക്കാനുള്ളൊരു ടെസ്റ്റുകൾ ഇപ്പോൾ ഇല്ല. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ലേറ്റസ്റ്റ് അല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഉള്ള അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ്, PSA ടെസ്റ്റ്. PSA എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അത് പ്രോസ്റ്റേറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീനാണ് ബ്ലഡിൽ കാണുന്നത്. ആ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ വാല്യൂവിൽ നിന്ന് മുകളിലോട്ട് അബ്നോർമലായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും ഒരു ഹൈ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവണമെന്നില്ല. എന്നിരുന്നാൽ അതിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചാൻസും കൂടിക്കൊണ്ടിരിക്കും. നോർമലി അത് 4 ആണ് നമ്മുടെ ഈ രാജ്യങ്ങളിലൊക്കെ പറയുന്നെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചിലപ്പോൾ 2.5 അല്ലെങ്കിൽ 3 ആയിരിക്കും കട്ട് ഓഫ് വാല്യൂ. അപ്പോൾ ഒരു 4 മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് സംശയത്തോടെ കാണുകയും അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല എന്ന് നോക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുപോലെ തന്നെ കിഡ്നി ക്യാൻസറിന് പ്രത്യേകിച്ച് ടെസ്റ്റുകൾ ഈ ബ്ലഡ് ടെസ്റ്റായിട്ടൊന്നുമില്ല. അതിന് എപ്പോഴും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാലേ കിഡ്നിക്കകത്ത് എന്തെങ്കിലും മുഴകളുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അത് പക്ഷേ ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ ഭാഗമായി ചെല്ലുമ്പോഴല്ലേ? അതുപോലെ അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പം ചിലപ്പോൾ അറിയാതെ ഒരു മുഴ കാണും. ബിക്കോസ് അന്നേരം കാണുന്ന ഒരു മുഴ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അവർക്ക് അതുകൊണ്ട് ഒരു രോഗലക്ഷണവും കാണത്തുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുക, എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കിഡ്നി ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏർലി ക്യാൻസേഴ്സ് കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പോൾ ഈ റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പും അതുപോലെ തന്നെ റുട്ടീൻ യൂസ് ഓഫ് അൾട്രാസൗണ്ടും ചെയ്യുന്നുണ്ട്. റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ്, റുട്ടീൻ അൾട്രാസൗണ്ട് ഏത് പ്രായത്തിൽ തുടങ്ങണം? എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം? അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല ശരിക്കും പറയുന്നത് സാർ. ഒരു 40-50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും ഉചിതം. പറയുന്നത് അത് ഈ ഒരു ക്യാൻസർ വേണ്ടി മാത്രമല്ല, എല്ലാ അസുഖങ്ങൾക്കും സ്ക്രീനിങ്ങിന് വേണ്ടി ഒരു ജനറൽ ഹെൽത്ത് ചെക്കപ്പ് ഒരു 40 to 50 ഇയേഴ്സ് കഴിയുമ്പം എല്ലാ വർഷവും ചെയ്യുന്നതാണ് ഉചിതം. ഇനിയും പാരമ്പര്യമായിട്ട് ഒരു ഹിസ്റ്ററി ഓഫ് എന്തെങ്കിലും ക്യാൻസേഴ്സ് ഉള്ളവരിലാണെങ്കിൽ, പറയുന്നത് ഒരു കിഡ്നി ക്യാൻസർ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവരിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നേരത്തെ തുടങ്ങണം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളവർക്ക് സാധാരണ 50 വയസ്സിന് ശേഷമാണ് PSA ടെസ്റ്റിംഗ് തുടങ്ങുന്നതെങ്കിൽ ഒരു 40-45 വയസ്സാകുമ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ കിഡ്നി ക്യാൻസർ, പാരമ്പര്യമായിട്ട് കിഡ്നി ക്യാൻസർ ഉള്ളവരിൽ അത് നേരത്തെ തുടങ്ങാം. യങ് ഏജിൽ തന്നെ തുടങ്ങാം. 25-30 ഇയേഴ്സിൽ തന്നെ നമുക്ക് സ്കാനിങ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് സ്റ്റഡി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ ആണല്ലോ. അതുപോലെ ഇപ്പം ഒരുപാട് നമ്മൾ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇപ്പം ഇങ്ങനത്തെ അസുഖങ്ങൾ, ഇപ്പോൾ ബ്ലാഡർ, കിഡ്നിയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഡ്രിങ്കിങ്, സ്മോക്കിങ്, അങ്ങനെ ഡയറ്റ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ ബ്ലാഡറിനെയും കിഡ്നിയെയും ഉപദ്രവിക്കുന്ന ഒരു ശീലം, സ്വഭാവം നമ്മുടെ ഇതേതാണ്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്ലാഡറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് ആണ് ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നത്. സ്മോക്കിംഗ് ചെയ്യുന്ന ഒരു 50 മുതൽ 60% ആളുകൾക്കും ബ്ലാഡർ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. 50 to 60%. അതൊരു വലിയ ശതമാനമാണ്. അതെ, അതും സ്മോക്കിംഗ് എന്ന് വെച്ചാൽ ക്രോണിക് സ്മോക്കിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര പാക്കറ്റ് ഇത്ര വർഷം
സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്ലാഡർ ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പം കിഡ്നി ക്യാൻസർ എടുത്താൽ തന്നെ സ്മോക്കേഴ്സിൽ ദ റിസ്ക് ഇസ് അറൌണ്ട് 2 times higher than the general population of developing kidney cancers. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇത് മൂന്നിനും സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ്. നമുക്ക് പൊതുജനങ്ങളിൽ സ്മോക്കിങ്ങും ലങ് ക്യാൻസറും കൊണ്ട് ലങ് ക്യാൻസർ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരു യൂറിനറി ബ്ലാഡർ ക്യാൻസറോ അല്ലെങ്കിൽ കിഡ്നി ക്യാൻസറോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ ഉണ്ടാവുന്ന ഉള്ള അറിവ് വളരെ കുറവാണ്. ലങ് ക്യാൻസറും സ്മോക്കിങ്ങും കുറേ റിലേഷൻ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇതുണ്ടാവും. പക്ഷേ ബ്ലാഡർ ക്യാൻസറോ കിഡ്നി ക്യാൻസറോ ആയിട്ട് ഇത് കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ സ്മോക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റിസ്ക് ഫാക്ടർ ഫോർ യൂറിനറി ബ്ലാഡർ ക്യാൻസേഴ്സ്, അതുപോലെ തന്നെ കിഡ്നി ക്യാൻസറിനും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഒരു പരിധി വരെ സ്മോക്കിംഗ് ഇതാണ്. പിന്നെ ഉള്ളത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഒബീസിറ്റി, അമിതവണ്ണം, എക്സസൈസും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഇല്ലാതെ വരിക. പിന്നെ അതുപോലെ തന്നെ ചില ഓക്യുപ്പേഷൻസ്, അതായത് പെയിൻറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, അല്ലെങ്കിൽ ഹെയർ ഡൈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ, അതുപോലെ തന്നെ റബ്ബർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ദേ ആർ എക്സ്പോസ്ഡ്, അവർ ഒരു തരം കെമിക്കലിന് എക്സ്പോസ്ഡ് ആണ്. പ്രത്യേകിച്ച് അനിലീൻ ഡൈസ് എന്നൊക്കെ പറയുന്ന പോലെ ആ കെമിക്കലിന് എക്സ്പോസ് ആവുന്നവർക്ക് ബ്ലാഡർ ക്യാൻസർ ഒരു റിസ്ക് ഫാക്ടറാണ്. ബ്ലാഡർ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അവരിൽ. നമ്മളിപ്പം വളരെ ഒരു 40 ഒക്കെ കഴിഞ്ഞ ആളുകൾ അപ്പം നര വളരെ നേരത്തെ തുടങ്ങുകയാണ്. അപ്പോൾ കളർ ചെയ്യുന്ന ഇപ്പം അതിനല്ലെങ്കിൽ തന്നെ ഹെയർ കളർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഹെയർ കളർ അല്ലെങ്കിൽ ഈ ഡൈ എന്നത് ബ്ലാഡർ ക്യാൻസർ വരാൻ കാരണമായേക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, കുറേ വർഷങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു 40ക്കും 50ക്കും അപ്പുറം സോൾട്ട് ആൻഡ് പെപ്പർ ഹെയർ അല്ലാതെ നടക്കുന്ന ആളുകളാണ് ഒത്തിരിയും ഇപ്പോൾ, അല്ലേ? നമ്മൾ കറുത്ത മുടിയാണ് അതിന്റെ പ്രൊട്ടക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഗ്ലൗസ് ഇട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ തലയിൽ വെക്കുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ കുറച്ചുണ്ടാവും. ഇതുപോലെ തന്നെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇറങ്ങുന്ന സമയം തൊട്ട് നമുക്ക് ആ ഒരു ക്യാനിലൊക്കെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ പിന്നീട് അതിലൊരുപാട് ഷുഗർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ സോഫ്റ്റ് ഡ്രിങ്ക് എല്ലാം കുടിച്ചിട്ട് അവസാനം കിഡ്നി അടിച്ചു പോട്ടെ, ഈ സെൻറ്റൻസാണ് കേട്ടേക്കുന്നത്. ശരിക്കും ഈ ഷുഗറി ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ബ്ലാഡർ അല്ലെങ്കിൽ കിഡ്നി അവിടെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ട് ഒരു റിലേഷൻ ഇതുവരെ ഇല്ല. ബട്ട് ദെൻ ഷുഗർ ഉപയോഗിക്കുന്നതുകൊണ്ട് അമിതവണ്ണം ഉണ്ടാകാം. ഒബീസിറ്റി ഒരു മെയിൻ റീസൺ, ഒരു മെയിൻ ഇതാണ് ഈ ഷുഗർ, ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഒബീസിറ്റി കൂടുമ്പം ഡെഫിനറ്റ്ലി ക്യാൻസർ റിസ്ക്കും കൂടുതലാണ്. അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് റിലേഷനേ ഉള്ളൂ, അല്ലാതെ ഒരു ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഈ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സോ അല്ലെങ്കിൽ അതുകൊണ്ട് ഇല്ല ഫോർ യൂറോളജിക്കൽ ക്യാൻസേഴ്സ്. ഈ ക്യാൻസറുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പം കിഡ്നിക്ക് ക്യാൻസർ വരിക എന്നുള്ളൊരു സംഭവം, കിഡ്നി നമുക്ക് 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇത് വരുമ്പോൾ ഒരു കിഡ്നിയിലാണോ സാധാരണ ക്യാൻസർ വരുമ്പോൾ അത് തുടങ്ങുക, അതോ രണ്ടും ഒരുമിച്ച് അങ്ങനെ വരുമോ? യൂഷ്വലി ഒരു കിഡ്നിയിലായിരിക്കും ക്യാൻസർ വരുന്നത്. എന്നാൽ പാരമ്പര്യമായിട്ട് വരുന്ന ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് ഉണ്ട്, അതായത് ഫാമിലിയിൽ പകരുന്ന ക്യാൻസേഴ്സ്. അത് ചിലപ്പോൾ 2 കിഡ്നിയും ബാധിക്കാം. അത് ചിലപ്പം ഒരുമിച്ചായിരിക്കത്തില്ല ചിലപ്പം വരുന്നത്. ചിലപ്പോൾ ഒരു കിഡ്നിയിൽ ഫോം ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ മറ്റേ കിഡ്നിയിലും ഫോം ചെയ്യും. ചിലപ്പോൾ ഒരു കിഡ്നിയുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും മറ്റേ കിഡ്നിയിൽ വരുന്നത്. ചിലപ്പോൾ 2 കിഡ്നിയിൽ ഒരുമിച്ച് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ക്യാൻസേഴ്സൊക്കെ യൂഷ്വലി 2 കിഡ്നിയും എഫക്റ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്ന സാധാരണ വരുന്ന ക്യാൻസേഴ്സ് യൂഷ്വലി ഒരു കിഡ്നിയിലായിരിക്കും വരുന്നത്. ചിലപ്പം വളരെ അപൂർവമായിട്ട് മറ്റേ കിഡ്നിയിലും പിന്നീട് വരാം, അല്ലെങ്കിൽ ഒരുമിച്ച് 2 കിഡ്നിയിലും വരാം. അത് വളരെ അപൂർവമാണ്. ഈ കിഡ്നി റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക, നമുക്ക് 2 എണ്ണം ഉണ്ടല്ലോ കിഡ്നി. അപ്പോൾ ഈ ഒരു കിഡ്നി റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും ആ ക്യാൻസറിൻ്റെ റിസ്ക് മാറിയിട്ട് മറ്റൊരൊറ്റ കിഡ്നി കൊണ്ട് തന്നെ നമുക്ക് വെരി നോർമലായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ, ഒരു കിഡ്നി ക്യാൻസറിന് വേണ്ടി ഒരു കിഡ്നി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അതിൻ്റെ സ്റ്റേജ് വെച്ചിട്ട്, സ്റ്റേജ് ഓഫ് ക്യാൻസർ. ഇപ്പം ആ കിഡ്നിയിൽ നിന്ന് അസുഖം വേറെ പലയിടത്തോട്ടെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു കിഡ്നി റിമൂവ് ചെയ്താൽ ചിലപ്പം അസുഖം മാറണമെന്നില്ല. ബിക്കോസ് വേറെ എവിടെയെങ്കിലും അതിൻ്റെ ആ അസുഖത്തിൻ്റെ ഇത് കാണും. ഇപ്പം ഏർലി കിഡ്നി ക്യാൻസേഴ്സ് ആണെങ്കിൽ ആ കിഡ്നി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ക്യൂർ റേറ്റ്സ് വളരെ ഹൈ ആണ്. ഏതാണ്ട് 95% 5 to 10 years അവർ സർവൈവൽ റേറ്റ്സ് ഉണ്ട് ഏർലി കിഡ്നി ക്യാൻസേഴ്സ് ആണെങ്കിൽ. അതായത് സ്റ്റേജ് 1 and 2 പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ കിഡ്നി റിമൂവ് ചെയ്താലും മറ്റേ ഒരു കിഡ്നി മതി നമുക്ക് ഒരു ആളുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. പ്രത്യേകിച്ചും നോർമൽ കിഡ്നി ആണെങ്കിൽ വേറെ അസുഖങ്ങളൊന്നുമില്ല, ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, വേറെ കിഡ്നിയുടെ അസുഖങ്ങളൊന്നും ഇല്ലാത്തവരിൽ ആണ് ഞാൻ ഈ പറയുന്നത്. അവർക്ക് ഒരു കിഡ്നി മതി അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ നോർമൽ കിഡ്നി ഫങ്ഷൻ നടത്തണമെങ്കിൽ ഒരു കിഡ്നിയുടെ പോലും ആവശ്യമില്ല. ഒരു കിഡ്നിയുടെ 30% ഫങ്ഷനിങ് കിഡ്നി മതി. 1/3 ഓഫ് ദ കിഡ്നി മതി നമുക്ക് നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ, പ്രൊവൈഡഡ് ഹി ഡസൻറ്റ് ഹാവ് എനി അതർ ഇഷ്യൂസ്, കോമോർബിഡിറ്റീസ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് ഒരു കിഡ്നിയിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു കിഡ്നി മാറ്റിക്കഴിഞ്ഞാലും മറ്റേ കിഡ്നി ഉണ്ട്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ഹി വിൽ ലീഡ് എ നോർമൽ ലൈഫ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലരും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി ഒരു കിഡ്നി ദാനം ചെയ്യുന്നത്. അതൊരു കിഡ്നി കൊടുത്താലും മറ്റേ കിഡ്നി കൊണ്ട് ദേ ക്യാൻ സർവൈവ്. അതെ. അപ്പോൾ ഈ കിഡ്നി ഇത്തരം അസുഖങ്ങളൊക്കെ കൂടുതലും പുരുഷന്മാർക്കാണ് വരുന്നത്, സ്ത്രീകൾക്കത് കുറവാണെന്ന് പറയുന്നത് ശരിയാണോ? അത് ഒരു കാലം വരെ അത് ശരിയാണ്, ഇതുവരെ അത് ശരിയാണ്. പുരുഷന്മാരിലാണ് മിക്ക ക്യാൻസറും. ഇപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർ മാത്രം കാണുന്നു. കിഡ്നി ക്യാൻസറും ബ്ലാഡർ ക്യാൻസറും ഏറ്റവും കൂടുതൽ പുരുഷന്മാരിലാണ് കാണുന്നത്. പുരുഷന്മാരിൽ 3:1 റേഷ്യോയിലാണ് യൂഷ്വലി കണ്ടുവരുന്നത്. അത് പ്രധാനമായിട്ടും അറിയാമല്ലോ, പണ്ടൊക്കെ സ്മോക്കിംഗ് കൂടുതലും പുരുഷന്മാരിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഓക്യുപ്പേഷണൽ എക്സ്പോഷർ ടു കെമിക്കൽസ് അവരും പുരുഷന്മാരിലായിരുന്നു. അതുകൊണ്ട് സ്ത്രീ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അറിയാമല്ലോ, ഈവൻ ലേഡീസ് ഹാവ് സ്റ്റാർട്ടഡ് സ്മോക്കിംഗ് ആൻഡ് ദേ ഹാവ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. അപ്പം ഇപ്പോഴും ആ ഒരു ഡിഫറൻസ് കുറഞ്ഞു വരികയാണ്. ഇപ്പം നേരത്തെ 3:1 ആയിരുന്നെങ്കിൽ ഇപ്പം 1.5 or 2:1 റേഷ്യോയിൽ ഇപ്പം ക്യാൻസേഴ്സ് സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്, കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ കണക്ക്. ഇപ്പം ഈ ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം എല്ലാം തന്നെ ഈ വളരെ ലേറ്റായിട്ടാണോ ഒരു മെജോറിറ്റി ഓഫ് കേസസും ഈ കിഡ്നിയുടെയും ബ്ലാഡറിൻ്റെയൊക്കെ ക്യാൻസർ ഡോക്ടറുടെ അടുത്തേക്ക് എത്താറ്? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. കുറേയൊക്കെ ക്യാൻസറുകളും ലേറ്റായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പണ്ട് ഈ സ്കാനിങ് ഒന്നും അത്ര വ്യാപകമല്ലായിരുന്നല്ലോ, പോപ്പുലർ അല്ലായിരുന്നു. അപ്പോൾ പണ്ട് ഈ പറയുന്ന പോലെ കുറേ സിംറ്റംസ് ഒക്കെ അവർ അവഗണിച്ചും കുറേ മാറ്റിവെച്ചും പിന്നീട് ഡോക്ടറെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അവർക്ക് ഒത്തിരി പെയിനും അല്ലെങ്കിൽ ഒത്തിരി വേറെ സിംറ്റംസ് കൂടിയിട്ടായിരിക്കും അവർ വരുന്നത്. സിംറ്റംസ് കൂടുന്നതനുസരിച്ച് അവരുടെ സ്റ്റേജും കൂടും, ലേറ്റ് സ്റ്റേജിലേക്കായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പെയിൻ വരിക, അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ സ്ഥിരമായിട്ട് ബ്ലഡ് പോവുക. ആ സ്റ്റേജിലൊക്കെ വരുമ്പം മിക്കവാറും കിഡ്നി ക്യാൻസർ കുറച്ചൊരു ലേറ്റ് സ്റ്റേജിലായിരിക്കും. അപ്പോഴത്തേക്കിന് ഈ കിഡ്നി ക്യാൻസർ ലങ്സിലേക്കോ ബോൺസിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം നമ്മൾ കൂടുതലും കണ്ടുവരുന്നത് ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സാണ് ഇപ്പോഴത്തെ ഇതിൽ. ബിക്കോസ് അൾട്രാസൗണ്ട് ഈസ് ബീങ് ഡൺ റുട്ടീൻലി, റാമ്പൻ്റ്ലി. ജനങ്ങൾക്ക് കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട്, ലൈഫ് സ്റ്റൈൽസൊക്കെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം കൂടുതലും ഏർലി സ്റ്റേജിലാണ് ഇപ്പം നമ്മൾ ക്യാൻസേഴ്സ് കൂടുതലും, പ്രത്യേകിച്ച് കിഡ്നി ക്യാൻസേഴ്സ്. ഇപ്പം ലേറ്റ് സ്റ്റേജിൽ വരുന്ന കിഡ്നി ക്യാൻസേഴ്സ് വളരെ അപൂർവമാണ്, ഉണ്ട്, പക്ഷെ ഇപ്പോൾ കുറവാണ് പണ്ടത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു വലിയൊരു മാറ്റമാണ് PSA വന്നതോടുകൂടി വന്നത്. ഇപ്പം PSA വന്നതോടുകൂടി അവർ എല്ലാ വർഷവും അവർ PSA നോക്കുന്നുണ്ട്. അപ്പം ഓരോ PSA 6 or 7 ഒക്കെ ആകുമ്പോൾ തന്നെ ഡോക്ടറെ വന്ന് കാണുകയും അവർ ഫർദർ ടെസ്റ്റുകൾ ചെയ്യുകയും ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുകയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, റീനൽ ക്യാൻസറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേജ് 1 കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 100% ക്യൂറാണ്. മറ്റേ ബ്രസ്റ്റ് ക്യാൻസറെ പോലെ അല്ലെങ്കിൽ ലങ് ക്യാൻസറെ പോലെ അല്ല ജെനിറ്റോ യൂറിനറി ക്യാൻസേഴ്സ്. ഇഫ് യു ക്യാൻ ഡയഗ്നോസ് ദ ക്യാൻസർ വെരി ഏർലി and if you can treat it early,
we can get almost 95 to 100% survival rate, 5 year survival rates ഉണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കഴിയുമ്പം ഞാൻ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സർവൈവേഴ്സിന് കുട്ടികളുണ്ടാവാൻ സാധ്യത കുറവാണ്, അങ്ങനെയുണ്ടോ? ഇതിൻ്റെ അത് ഞാൻ പറയുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഈസ് ബേസിക്കലി ഡിസീസ് ഓഫ് എൽഡർലി, 60 ഇയേഴ്സ് അല്ലെങ്കിൽ 50 ഇയേഴ്സ് മുകളിലുള്ളതല്ല. അപ്പം അതിനുശേഷം യൂഷ്വലി ഒരു ഇതിന് ഫാമിലിക്ക് വേണ്ടി അവർ പോകാറില്ല യൂഷ്വലി. ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പ്രോസ്റ്റേറ്റ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിന് റേഡിയേഷൻ കൊടുക്കണം. അതിനുശേഷം കുട്ടികൾ ഉണ്ടാവാൻ പറ്റത്തില്ല. അതുപോലെ ഇപ്പോൾ ചോര മൂത്രത്തിലൂടെ പോകുന്നതാണല്ലോ വലിയൊരു ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോര മൂത്രത്തിലൂടെ പോകുന്നതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണമാണോ? അല്ല, ചോര മൂത്രത്തിൽ കൂടെ പോകുന്നത് പല കാരണങ്ങൾ കൊണ്ട് വരാം. റൈറ്റ് ഫ്രം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മൂത്രത്തിൽ കല്ല് വന്നാൽ വരാം. അതുപോലെ തന്നെ ചുമ്മാ ഒന്ന് സ്ട്രെയിനസ് എക്സസൈസ്, നല്ലപോലെ ഒന്ന് എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ മൂത്രത്തിൽ കൂടി ബ്ലഡ് പോകാം, പറഞ്ഞ മനസ്സിലായല്ലേ. അതുപോലെ തന്നെ ചില കിഡ്നി ഡിസീസസിൽ, കിഡ്നി ഇൻഫെക്ഷൻസിലൊക്കെ യൂറിനിൽ കൂടെ ബ്ലഡ് പോകാം. കൂടുതലും ഈ സ്റ്റോണും ഇൻഫെക്ഷൻസുമാണ് മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകുന്നത്. അതുപോലെ തന്നെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് എൻലാർജ്മെൻ്റ് ഉണ്ട്. പുരുഷന്മാരിൽ ഈ പ്രായം കൂടുന്നതനുസരിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവും. അപ്പോൾ അത് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ മൂത്രത്തിൽ കൂടെ ബ്ലഡ് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ കോസസ്. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണും. ലൈക്ക് ഇപ്പം മൂത്രത്തിൽ കല്ല് ആണെങ്കിൽ മൂത്രത്തിൽ ബ്ലഡ് പോകുന്നതിന് കൂടെ നല്ല വേദനയുണ്ടാവും. ഇൻഫെക്ഷൻ ആണെങ്കിലും നല്ല പെയിൻ ഉണ്ടാവും. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ആണെങ്കിലും കുറച്ച് പെയിനും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കാൻ തടസ്സവും താമസവും ഒക്കെ ഉണ്ടാവും. പക്ഷേ ക്യാൻസറിൻ്റെ ഇതെന്ന് പറയുന്നത് പെയിൻലെസ് ആണ് യൂഷ്വലി. പ്രത്യേകിച്ച് യൂറിനറി ബ്ലാഡർ ക്യാൻസറിൻ്റെ കൊണ്ടുണ്ടാവുന്ന ഹെമച്ചൂറിയ എന്നാണ് എന്ന് പറയുന്നത്, യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്നതിന്. അപ്പോൾ അങ്ങനെ അത് യൂഷ്വലി ഇറ്റ് ഈസ് പെയിൻലെസ്. ഈ പെയിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കൂടുതലും ആൾക്കാർ ഡോക്ടറെ സമീപിക്കാൻ വിസ്മതിക്കുന്നത്. വേദനകൾ വരുമ്പോഴാണ്, വേദന വരുമ്പോൾ എന്തായാലും അവർ ഡോക്ടറെ കാണാൻ പോകും. അപ്പം സ്റ്റോണും ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ മറ്റ് കിഡ്നിയുടെ ഇൻഫെക്ഷൻസും അതൊക്കെയാണ് കൂടുതലും യൂറിനിൽ കൂടെ ബ്ലഡ് പോകാനുള്ള കാരണമെങ്കിലും ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ അങ്ങനത്തെ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ ഒറ്റമൂലി എന്ന് പറയുന്ന പരിപാടി കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഒറ്റമൂലികൾ വർക്ക് ചെയ്യുമോ? ഒറ്റമൂലി വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റമൂലികൾക്കെതിരെ നമ്മളൊന്നും പറയാൻ പാടില്ല. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനമില്ലാന്നാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഒരു ദൂഷ്യം മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഒരു കിഡ്നി സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പോകും. അവർ പറയുന്നത് കിഡ്നി സ്റ്റോൺ പോകുന്നതാണ്. പക്ഷേ അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ പോകുന്നില്ല. കിഡ്നി സ്റ്റോൺ അവിടെ ഇരുന്ന് കിഡ്നിക്ക് ബ്ലോക്ക് ഉണ്ടാക്കി ആ കിഡ്നിയുടെ പ്രവർത്തനം പതുക്കെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അങ്ങനെ പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വരാറുണ്ട്. മനസ്സിലായല്ലേ? അവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ആ കിഡ്നിയുടെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷമായിരിക്കും അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റോൺ എടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ബിക്കോസ് കിഡ്നിയുടെ ഫങ്ഷൻ ഈസ് ഓൾറെഡി ഗോൺ. അപ്പോൾ നമ്മൾ സ്റ്റോൺ മാത്രം എടുത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യമില്ല. പിന്നെ നമ്മളുടെ ഓപ്ഷൻ ഉള്ളത് ആ കിഡ്നി മുഴുവൻ റിമൂവ് ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫങ്ഷനിങ്. അതൊരു പ്രോബ്ലമാണ്. അതിപ്പം നമ്മൾ സ്ഥിരം നമ്മൾ ഒ പിയിൽ കാണുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ വിചാരം ഒരു മരുന്ന് ഇല്ലാതെയോ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കൂടാതെയോ നമുക്ക് ഈ സ്റ്റോൺ കളയാൻ പറ്റുമെങ്കിൽ കളയാമെന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുമ്പം ഈ പോകുന്ന സ്റ്റോൺസ് ഇപ്പം ഏറ്റവും ചെറിയ സ്റ്റോൺസൊക്കെ ഇപ്പം 5-6 മില്ലിമീറ്റർ സ്റ്റോണൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ വെള്ളം കുടിച്ച് മാത്രം തന്നെ പുറത്തേക്ക് ചാടും. ഇത് വെച്ച് തന്നെ അവർ ഒരു 1 സെൻറ്റിമീറ്റർ സ്റ്റോണും 2 സെൻറ്റിമീറ്റർ സ്റ്റോണും ഒക്കെ അവർ ഇതും വെച്ച് ആയുർവേദയും ഈ ഒറ്റമൂലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കും, ചാടി പോകുമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത്ര വലിയ കല്ലുകളൊന്നും നമ്മുടെ ആ ട്യൂബിൽ കൂടെ ഇറങ്ങി പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ബ്ലോക്കായിരിക്കും, ഇൻഫെക്ഷനും ആവും. അതിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ അതവിടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പം ഇതുകൊണ്ട് വേദനയും ഉണ്ടാകത്തില്ല, പെയിനും ഉണ്ടാകത്തില്ല. ബിക്കോസ് സ്റ്റോൺ ആ ഇനിഷ്യൽ ഒരു അക്യൂട്ട് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോൺ അവിടെ ബ്ലോക്കായിട്ടിരിക്കും. പക്ഷേ പെയിൻ ഉണ്ടാവത്തില്ല ചിലപ്പോൾ ഒരു കുറേ ആൾക്കാർക്ക്. അപ്പോൾ പിന്നെ പോയി അങ്ങോട്ട് ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് എങ്ങനെയാലും ഒന്നെങ്കിൽ അവർ വിചാരിക്കും ഇത് മറ്റേ ഒറ്റമൂലി കഴിച്ച് പോയി, ഒറ്റമൂലി കഴിച്ച് പോയി,
അല്ലെങ്കിൽ അത് സൈസ് കുറയും പിന്നീട് എന്ന് വിചാരിച്ച് അവർ അങ്ങ് വെച്ചുകൊണ്ടിരിക്കും. അവർ പിന്നെ സ്കാനിങ്ങും ചെയ്തില്ല, വേറെ ഒന്നും ചെയ്തില്ല. കുറച്ച് കഴിയുമ്പോൾ ആയിരിക്കും അവർ വരുന്നത്, ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തുകൊണ്ട് വരും, കിഡ്നി ഒത്തിരി വലുതായിട്ട് അതിൻ്റെ ഫങ്ഷനൊക്കെ കുറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സങ്കടം തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. അതെ അതെ നമുക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പക്ഷേ ഇറ്റ്സ് അപ് ടു ദം ടു ചൂസ് വിച്ച്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതിൻ്റെ ചികിത്സയും എല്ലാം വേറെയാണോ, അതോ എല്ലാം സെയിം തന്നെയാണോ? കിഡ്നി ക്യാൻസറോ അല്ലെങ്കിൽ ബ്ലാഡർ ക്യാൻസറോ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപോലൊക്കെ തന്നെ ഉള്ളൂ. ജെൻഡർ വൈസ് ഒരു ഡിഫറൻസ് ഇല്ല. ട്രീറ്റ്മെൻറ്റ് വൈസ് ഇൻസിഡൻസ് വൈസ് ഉണ്ട്. സ്ത്രീകളിലാണ്, മീൻസ് പുരുഷന്മാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെങ്കിലും ട്രീറ്റ്മെൻറ്റ് വൈസ് എല്ലാം സെയിം തന്നെയാണ്. ട്രീറ്റ്മെൻറ്റ് ഒരു രീതിയിലാണ്. പിന്നെ ഈ നമ്മൾ ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാറുണ്ട്, ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം കിഡ്നി ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് അതിനെ നന്നായി സൂക്ഷിക്കാൻ, അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസർ സംബന്ധിച്ച് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും വെള്ളം കുടിക്കുക. അതാണ് ഏറ്റവും നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ. അതാണ്. ഉപദ്രവമില്ല. നമുക്ക് ഡെയിലി ഒരു ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നീസ് ആൻഡ് ബ്ലാഡർ വിൽ ബി ഫൈൻ. പ്രത്യേകിച്ച് ഒരു 3.5 ലിറ്റർ വെള്ളം ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാം, ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാം, ഒരു പരിധിവരെ കുറേ ക്യാൻസേഴ്സും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കിഡ്നി ഫെയിലിയറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് ഈസ് റെഡ് മീറ്റ് ഒരു പരിധി വരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബീഫും മട്ടനും നല്ല കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഹാംഫുൾ ഫോർ കിഡ്നീസ്. ഇത് ആസ് പെർ ആസ് ക്യാൻസർ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. പിന്നെ ഉള്ളത് ഫാറ്റി ഫുഡ്സ്, ഡയറി പ്രൊഡക്ട്സ്, ഇതെല്ലാം നമുക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. ഡയറി പ്രൊഡക്ട്സ് ഉദ്ദേശിച്ചത് പാലും തൈരും, എല്ലാം ചീസ്, ബട്ടർ, ഇതെല്ലാം ഈ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. All this will cause cancer, can cause. So in general we have to avoid എന്നല്ലേ ഡോക്ടർ? In general we have to avoid. അത് ഇപ്പം ക്യാൻസറിന് വേണ്ടി മാത്രമല്ല, ടേക്ക് കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതെല്ലാത്തിനും കൂടെ ഇറ്റ് ഈസ് വെരി ബെനിഫിഷ്യൽ ഇഫ് യു ക്യാൻ കൺട്രോൾ. പിന്നെ ഇൻക്രീസ് വെജിറ്റബിൾസ്, നല്ലതിന് വേണ്ടി. ഫ്രൂട്ട്സ് നല്ലപോലെ കഴിക്കുക, പ്രോട്ടീൻ ഡയറ്റ് കൂടുതൽ കഴിക്കുക, നട്ട്സ് ആൻഡ് എല്ലാം കൂടുതലായിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് മെയിൻലി ഡയറ്ററി ഉള്ളത്. പിന്നെ ഈ ജങ്ക് ഫുഡ്സ്, പ്രത്യേകിച്ച് അറിയാമല്ലോ, ഈ സാൻഡ്വിച്ചസ്, ഇതെല്ലാം ഇതെല്ലാം ഉള്ളതാണ്. സാൻഡ്വിച്ചസ് ഇതിനകത്ത് ഈ ചീസ് ആൻഡ് റെഡ് മീറ്റ്സ് ആണ് കൂടുതലും. കഴിഞ്ഞ ദിവസം സാൻഡ്വിച്ച് ഓർഡർ ചെയ്ത് എക്സ്ട്രാ ചീസും കൂടി ഇട്ട് വേണമെന്ന് പറഞ്ഞാൽ സാൻഡ്വിച്ചസ് ആൻഡ് ബർഗേഴ്സ്. ഇപ്പോഴത്തെ ബർഗേഴ്സ് ഒക്കെ കണ്ടാൽ നമുക്ക് എന്താണ്, എനിക്കറിയത്തില്ല വാട്ട് ഓൾ ഈസ് സ്റ്റഫ്ഡ് ഇൻ ദാറ്റ്. It is very toxic actually, and it's all very dangerous, to be frank. നല്ല രുചിയുള്ള സാധനങ്ങളൊക്കെ. പക്ഷെ ഫ്രൂട്ട്സ് ഇപ്പം എടുക്കാൻ നേരത്തെ ഒത്തിരി പേരും പറയുന്നത് അത് നിറച്ച് പെസ്റ്റിസൈഡ്സ് ആണ്, വിഷം കഴിക്കുന്ന പോലെയാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ. നമുക്ക് ഓർഗാനിക് എവിടുന്നെങ്കിലും നല്ല രീതിയിൽ ഫ്രൂട്ട്സ് എടുക്കണം. യു ഗെറ്റ് ക്വാളിറ്റി ഫ്രൂട്ട്സ് ഇപ്പല്ലേ കിട്ടും. ആൻഡ് അത് കഴിഞ്ഞിട്ട് യു ക്യാൻ വീട്ടിൽ അത് കൊണ്ടുവന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകാം. കുറച്ച് കഷ്ടപ്പെടുന്നത് ആരോഗ്യത്തിന് ഈസി അല്ല ഒരു കാര്യം. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് നല്ലതാണ്. വെയിറ്റ് റിഡക്ഷൻ, വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഡെയിലി റുട്ടീൻ എക്സസൈസ് ഈസ് വെരി ഗുഡ് ടു പ്രിവെൻറ്റ് ക്യാൻസേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശരീരം അനങ്ങിയും ഭക്ഷണം ശ്രദ്ധിച്ചും പോയാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നിയും തക്കാളിയും വിരുദ്ധരാണ് അവർ, അത് ഭയങ്കര പ്രശ്നമാണെന്ന് പറയാറുള്ളത്. അത് ജനറൽ ഒരു ഇതാണ്, ഒരു മിത്താണ് ബേസിക്കലി എന്ന് പറയാം. എഗ്രി ടു ദാറ്റ് ഫാക്ട് ദാറ്റ് ടൊമാറ്റോസ് ഹാവ് മോർ കാൽഷ്യം. ബട്ട് ദെൻ നമ്മൾ ടൊമാറ്റോസ് ഇപ്പോൾ ഡെയിലി 3 നേരം കഴിക്കുന്നുണ്ടോ? അതില്ല. അത് വല്ലപ്പോഴും ഇച്ചിരി കറിക്കകത്ത് ഇച്ചിരി ടൊമാറ്റോ ഇടും. ദിവസം ഒരു ടൊമാറ്റോ ജ്യൂസ് കുടിച്ചാലോ?
ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. Yeah? ഇറ്റ്സ് ഓക്കെ. Okay. ടൊമാറ്റോ അതൊരു വലിയ, ബിക്കോസ് നമുക്ക് കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ചെല്ലണം. അല്ലാതെ കാൽഷ്യം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ കിഡ്നി സ്റ്റോൺ ട്രീറ്റ് ചെയ്യുന്നത്. കിഡ്നി സ്റ്റോൺ പ്രിവെൻഷൻ്റെ ഒരു പ്രോട്ടോക്കോളിനകത്ത് മോഡറേറ്റ് എമൗണ്ട് ഓഫ് കാൽഷ്യം നമ്മൾ ഇൻടേക്ക് ഉണ്ടാകണം. പറയാൻ മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാൽഷ്യം കുറയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടൊമാറ്റോസ് ആർ നോട്ട് ദാറ്റ് ഹാംഫുൾ. അപ്പോൾ ഇൻ മോഡറേറ്റ് എമൗണ്ട്സ് വി ക്യാൻ ടേക്ക് ഓൾ ദീസ് തിങ്സ്. ഇതുപോലെ തന്നെ ഞാൻ ക്യാബേജിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ക്യാബേജും കൊള്ളത്തില്ലെന്ന്. യെസ്, ഓൾ ഗ്രീൻ ലീഫ്, അത് പ്രത്യേകതരം സ്റ്റോൺ ഉള്ളവർക്ക്, ഓക്സലേറ്റ്, കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഉള്ളവർക്ക്, ഓക്സലേറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം. നമുക്ക് ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്ന ഒരു ഇതില്ല, പ്രോട്ടോകോൾ ഇതല്ല, റെജീമല്ല. നമ്മളൊരു മോഡറേറ്റ് എമൗണ്ടിൽ കുറച്ച് ലിമിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്ത് വിച്ച് ഇൻക്ലൂഡ്സ് ക്യാബേജ്, വിച്ച് ഇൻക്ലൂഡ്സ് സ്പിനാച്ച്, അതുപോലെ തന്നെ കോളിഫ്ലവർ, ഇതെല്ലാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസിനകത്ത് വരുന്നതാണ്. അപ്പം അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാം. ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ അത് കഴിച്ചാൽ മതി. ഇതൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക. ഇതെല്ലാം നിയന്ത്രിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം നമ്മൾ ഒരിക്കലും പറയാറില്ല. സ്റ്റോണിനെ സംബന്ധിച്ചോളം പ്രധാനമായിട്ടും വെള്ളം കുടിക്കുക, ബിക്കോസ് അത് എത്ര വേണമെങ്കിൽ നമുക്ക് കുടിക്കാമല്ലോ. അപ്പം മൊത്തത്തിൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, അതായത് യൂറോളജിക്കൽ, കിഡ്നി, ഇങ്ങനത്തെ റിലേറ്റഡ് ക്യാൻസേഴ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിന് ഒരു ടിപ്പായിട്ടില്ല. നമുക്ക് നോക്കുന്നത് മീൻസ് ഫോളോ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. യു ക്യാൻ ടേക്ക് ഗോ ഫോർ റുട്ടീൻ ചെക്കപ്സ്, കൺസൾട്ട് യുവർ ഡോക്ടർ വെനെവർ യു ഹാവ് എനി സിംറ്റംസ്. നമ്മുടെ സിംറ്റംസ് ഇഗ്നോർ ചെയ്യാതെ കറക്റ്റ് സമയത്ത് ഡോക്ടറെ അഡ്വൈസ് തേടുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലാതെ നമുക്ക് മൂത്രത്തിൽ കൂടെ ഒരു ബ്ലഡ് പോയി എന്ന് വിചാരിച്ച് നമ്മളത് അവഗണിക്കാതെ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണുകയും, ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും, നല്ല കാര്യം. അതെ, ഒന്നും കണ്ടില്ലെങ്കിൽ അത്രയും സന്തോഷം. പക്ഷെ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. അതുപോലെ ടെക്നോളജി ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റുകളുടെ കാര്യത്തിലാണെങ്കിലും, ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഒരു സ്ത്രീയുടെ കാര്യം വായിച്ചു. അവർക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ട് അവർ വർക്കൗട്ടിലൂടെ ക്യാൻസർ മാറ്റി, അങ്ങനത്തെയൊക്കെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൊക്കെ വന്നിട്ട് ഒരു കീമോതെറാപ്പി ഒന്നും ചെയ്തില്ലെന്നൊക്കെ. ഇപ്പം ഈ ബ്ലാഡർ റിലേറ്റഡ്, കിഡ്നി റിലേറ്റഡ് ക്യാൻസേഴ്സ് ഒക്കെ വരുമ്പോൾ ഏറ്റവും പുതിയ അഡ്വാൻസ്മെൻറ്റ്സ്, ടെക്നോളജി, ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പം കിഡ്നി ക്യാൻസർ ആയാലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയാലും ബ്ലാഡർ ക്യാൻസർ ആയാലും പുതിയ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. മെയിൻലി നമുക്ക് സർജറി മുതൽ തുടങ്ങി സർജറിക്കിൽ തന്നെ കീ ഹോൾ സർജറിയിൽ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഒരു കിഡ്നി ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഒരു കിഡ്നി മുഴുവനായിട്ട് റിമൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കുറേ ക്യാൻസറുകൾ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നു. അതായത് 2 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ താഴെയുള്ള കിഡ്നിയിൽ കാണുന്ന മുഴകൾ. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കത് ആ കിഡ്നി മുഴുവനെ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു മുഴ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? അത് പണ്ട് നമ്മളെല്ലാം ഓപ്പൺ സർജറിയിൽ കൂടെയാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 3-4 ചെറിയ ഹോൾ, 1 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 8 മില്ലിമീറ്റർ ഹോൾ സൈസിലുള്ള ഹോൾ ഇട്ടിട്ട് നമുക്ക് ഈ മുഴകളെല്ലാം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പം ഒരു മാറ്റം വന്നിരിക്കുന്നത് കിഡ്നി മുഴുവൻ റിമൂവ് ചെയ്യേണ്ട, ചെറിയ ആ മുഴ മാത്രം നമുക്ക് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90-95% ക്യൂർ റേറ്റ്സ് കൊടുക്കാൻ പറ്റും. ഈ സർജറി നമുക്ക് അഡ്വാൻസ്ഡ് കീ ഹോളായിട്ട് റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട്. അപ്പോൾ റോബോട്ടിക് സർജറി വന്നതോടുകൂടി ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് മിനിമലി ഇൻവേസീവായിട്ട്, അതായത് കീ ഹോളായിട്ട് തന്നെ ഈ സർജറീസൊക്കെ നമ്മളെ വളരെ എഫക്റ്റീവായിട്ടും വളരെ സേഫായിട്ടും ഒരു നല്ലൊരു ഔട്ട്കം കൊടുത്തുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. ബിക്കോസ് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സർജറി എന്ന് പറയുന്നത് അത് അറിയാവുന്നവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് മൂത്രസഞ്ചിയുടെ താഴെ നമ്മുടെ ഹിപ്പ് ബോണ്ട് അകത്ത് ഒരു ഡീപ്പ് സ്പേസിലായിരിക്കും. ആ ഡീപ്പ് സ്പേസിൽ എത്തിപ്പെടാൻ ഒരു ഓപ്പൺ സർജറിക്ക് പോലും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആക്സസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കീ ഹോൾ, സാധാരണ കീ ഹോൾ, അതായത് കൺവെൻഷണൽ കീ ഹോൾ ലാപ്രോസ്കോപ്പിക് സർജറി കൂടെ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റോബോട്ടിക് സർജറി വരുന്നത്. റോബോട്ടിക് സർജറി വന്നതോടുകൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി വളരെ എളുപ്പമായി
നമുക്ക് ബെറ്റർ ഔട്ട്കംസോടുകൂടി പ്രോസ്റ്റേറ്റ് ക്യാൻസർ സർജറി നമുക്ക് റോബോട്ടിക് സർജറി വഴി ചെയ്യാം. അതുപോലെ തന്നെ ബ്ലാഡർ ക്യാൻസറും കിഡ്നി ക്യാൻസറും റോബോട്ടിക് സർജറി ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസേഴ്സ്. ബിക്കോസ് ഇറ്റ് ഈസ് മിനിമലി ഇൻവേസീവ് വൺ, സെക്കൻഡ് ഇറ്റ് ഈസ് സേഫ് ആൻഡ് ദ സർജറി ക്യാൻ ബി പെർഫോംഡ് വിത്ത് ഗുഡ് ഔട്ട്കംസ്. അതാണ് റോബോട്ടിക് സർജറിയുടെ അഡ്വാൻറ്റേജ്. സർജറി കൂടാതെ വരുന്നത് പുതിയ മരുന്നുകളെ പറ്റിയാണ് ഫോർ ക്യാൻസേഴ്സ്. പ്രത്യേകിച്ച് ഇപ്പം കുറച്ച് ലേറ്റ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പോലും ഇപ്പം പുതിയ മരുന്നുകൾ വന്നതോടുകൂടി അതിൻ്റെ നമ്മുടെ ക്യാൻസറിൻ്റെ ലോങ്ങിറ്റിവിറ്റി കൂടും. ആ പേഷ്യൻസിലെ ലോങ്ങിറ്റിവിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ മരുന്നുകൾ, അത് ആ മരുന്നുകൾ കൊടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി തന്നെ കൂട്ടുക, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം തന്നെ ഈ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുക. അതാണ് ഇമ്മ്യൂണോതെറാപ്പിയും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇമ്മ്യൂണോതെറാപ്പി ഈസ് ഫൗണ്ട് ടു ബി വെരി എഫക്റ്റീവ് ഇൻ ലേറ്റ് സ്റ്റേജസ് ഓഫ് ക്യാൻസർ, കിഡ്നി ക്യാൻസേഴ്സ്, പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സ്, ബ്ലാഡർ ക്യാൻസേഴ്സ് എല്ലാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി വന്നതോടുകൂടി നമുക്ക് ഈ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ലൈഫ് സ്പാൻ കുറച്ചുകൂടെ ക്യൂർ റേറ്റ്സ് കുറച്ചുകൂടെ ബെറ്റർ ആണ് ദാൻ പ്രീവിയസ്ലി. അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രോട്ടോൺ തെറാപ്പി പോലെയും സ്റ്റീരിയോടാക്റ്റിക് റേഡിയേഷൻ തെറാപ്പി, ബോഡി റേഡിയേഷൻ തെറാപ്പി. അതായത് നമ്മുടെ ആ ഓർഗൻ, പണ്ട് റേഡിയേഷൻ കൊടുക്കുമ്പം ഏതെങ്കിലും ഒരു ഓർഗന് റേഡിയേഷൻ കൊടുക്കുമ്പം, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബ്ലാഡർ ക്യാൻസറിന് റേഡിയേഷൻ കൊടുക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ഓർഗൻസിന് ഈ റേഡിയേഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഓർഗനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യാസമായി ഇപ്പം ഈ ടാക്റ്റിക് റേഡിയേഷൻ കൊടുക്കുന്ന വഴി നമുക്ക് ആ സ്പെസിഫിക് ഓർഗൻ, ഹൈ ഡോസ് റേഡിയേഷൻ ആ സ്പെസിഫിക് ഓർഗൻ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ദ സൈഡ് എഫക്ട്സ് ടു അതർ ഓർഗൻസ് ആർ മിനിമൈസ്ഡ്. അതാണ് റേഡിയേഷനിൽ വരുന്ന മാറ്റങ്ങൾ. പിന്നെ മോളിക്കുലർ ബയോളജിയിൽ കുറേ പുതിയ അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് ക്യാൻസറിൻ്റെ ടൈപ്സ് കൂടുതൽ കണ്ടുപിടിക്കുകയും അതനുസരിച്ച് നമുക്ക് പുതിയ മരുന്നുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഒത്തിരിയും അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ ദ റിസൾട്ട്സ് ഓഫ് ഔട്ട്കംസ് ഓഫ് ദീസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആർ ബെറ്റർ നൗ വിത്ത് ദീസ് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ. ടാബ്ലറ്റ്സ് മാത്രത്തിലോട്ട് നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല, അതിന് ഇനിയും സമയമെടുക്കും. ടാബ്ലറ്റ്സ് ഉണ്ട്. ഇപ്പം ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചില സ്റ്റേജ് 4 ഡിസീസ് ഉള്ളവർക്ക് ചില ടാബ്ലറ്റ്സ് പുതിയതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ടാബ്ലറ്റ്സ് മാത്രം കൊടുത്താലും മതി. പണ്ട് 3 മാസം കൂടിയിരിക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥാനത്ത് ഇപ്പം ടാബ്ലറ്റ്സ് കൊടുത്തുകൊണ്ട് നമുക്ക് ചികിത്സിക്കാം. കിഡ്നി ക്യാൻസറിൻ്റെ ലേറ്റ് സ്റ്റേജിലും ഇതുപോലെ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇപ്പം ഉണ്ട്. എക്സ്പെൻസ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ ഇപ്പം നമ്മുടെ ഈ രാജ്യങ്ങളിൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അത് ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ്. ഇഫ് യു ടേക്ക് എല്ലാ റീസെൻ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജിയും ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇപ്പോൾ റോബോട്ടിക് സർജറി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു സാധാരണ കൺവെൻഷണൽ കീ ഹോൾ സർജറിക്കായാലും ഒരു 1 to 1.5 lakhs കൂടുതലാണ്. ബിക്കോസ് ഇറ്റ് ഈസ് high-end technology. We are using high-end technology. അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി ആയാലും റേഡിയേഷൻ തെറാപ്പി ആയാലും ഇറ്റ്സ് കോസ്റ്റ്ലി. സോ ഐ തിങ്ക് വിത്ത് ടൈം കാരണം മമത മോഹൻദാസിനൊക്കെ ക്യാൻസർ വന്ന സമയത്ത് ഇമ്മ്യൂണോതെറാപ്പി ചെയ്തത് അമേരിക്കയിൽ പോയിട്ട് പക്ഷെ ഇപ്പം അത് നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങി അതേ ട്രീറ്റ്മെന്റ്. ബിറ്റ് ഓൺ ദി ഹയർ സൈഡ് എന്ന് പറയുന്നത് തന്നെ. ബട്ട് സ്റ്റിൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവർക്ക് they can afford now. ഇപ്പം നമ്മൾ എടുക്കേണ്ട ഇൻഷുറൻസുകൾ, ലൈഫിൻ്റെ ഒക്കെ കൂടെ എടുക്കേണ്ട ഇൻഷുറൻസുകളായിട്ട് അത് പ്രധാനമായിട്ടും ക്യാൻസറിൻ്റെ ഇൻഷുറൻസ് എടുക്കുക, എല്ലാവരും ഇൻഷുറൻസ് കവേർഡ് ആവുക എന്നുള്ളത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരുന്ന പേഷ്യൻസിൽ കവേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്തോരം ഉണ്ടായിരിക്കും? കവേർഡുള്ള പേഷ്യൻസ് 25% ഉള്ളൂ ഇപ്പോഴും. ആണല്ലേ? ഇപ്പോഴും ജനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ മടിയാന്നല്ല, മേ ബി ഇറ്റ്സ് നോട്ട് അഫോർഡബിൾ, ബട്ട് ഐ ഡോണ്ട് നോ.
അതിൻ്റെ ആവശ്യകത മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും, അവയർനെസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഒരു പുതിയ പോസിറ്റിവിറ്റി ഉണ്ട്. പുതിയ ജനറേഷൻ ആൾക്കാർ ഇപ്പം കൂടുതലും എടുത്തു വരുന്നുണ്ട്, പക്ഷേ പഴയ ആൾക്കാർ ഇപ്പോഴും ദേ ആർ നോട്ട് കവേർഡ്. ഡോക്ടർ, കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാനുള്ള 5 കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? കിഡ്നി സ്റ്റോണിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം കുടിക്കുക തന്നെയാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നതെന്ന് പറയുന്നത് ഡെയിലി നമ്മുടെ യൂറിൻ ഒരു 3.5 ലിറ്റർ യൂറിൻ പാസ് ചെയ്യത്തക്ക രീതിയിൽ വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മൾ ഒരു 1 ലിറ്റർ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മൾ 1.5 ലിറ്റർ വെള്ളം കുടിക്കണം. ഏകദേശം ഒരു 500 to 600 ml ഇതുണ്ട്, നമ്മൾ സ്വെറ്റിൽ കൂടെയും അല്ലാതെയൊക്കെ പോകും. അപ്പം 3 ലിറ്റർ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ 3 ലിറ്റേഴ്സ് ഓഫ് 4 ലിറ്റേഴ്സ് വെള്ളങ്ങളും കുടിക്കേണ്ടി വരും. അപ്പം 3 to 3.5 ലിറ്റർ വെള്ളം ഡെയിലി നമ്മൾ കുടിച്ചിരിക്കണം. അതും നമ്മൾ ഒറ്റയടിക്കൊരു വെള്ളം കുടിക്കുകയല്ല ചെയ്യുന്നത്, അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ വിയർക്കുകയാണെങ്കിൽ അന്നേരം കൂടുതൽ കുടിക്കണം. ഭക്ഷണത്തിന് ശേഷം നമ്മൾ നല്ല വെള്ളം കുടിക്കണം. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 to 10 hours നമ്മൾ ഉറക്കത്തിലായിരിക്കും. അപ്പോൾ അത്രയും പീരീഡിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയും. അപ്പോൾ അപ്പോഴാണ് കൂടുതലും സ്റ്റോൺസ് ഫോം ചെയ്യുന്നത്. അപ്പം ഉറക്കത്തിന് ശേഷം നമ്മൾ നല്ലപോലെ വെള്ളം ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ നോക്കുക. അപ്പം ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നുള്ളത് ഡയറ്റാണ്. ഡയറ്റിൽ പറഞ്ഞതുപോലെ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക, ലോ സോൾട്ട്, പിന്നെ ചെറിയ മീൻ, ഈ സീ ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. കക്ക, ചെമ്മീൻ, ഞണ്ട്, അതിലൊക്കെ കാൽഷ്യം കൂടുതലാണ്. ചെറിയ മീനുകളിൽ യൂറിക് ആസിഡൊക്കെ കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ അതാണ് ഒരു ഇത്. പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യണം, മനസ്സിലായല്ലേ. പിന്നെ ചോക്ലേറ്റ്സ്, ഡയറി പ്രൊഡക്ട്സ്, ചീസ്, ബട്ടർ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇതിലെല്ലാം കാൽഷ്യം, യൂറിക് ആസിഡ് അല്ലെങ്കിൽ കാൽഷ്യം കൂടുതലാണ്. പിന്നെ ചില വെജിറ്റബിൾസ് ഉണ്ട്, ലൈക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അവരിൽ പറയുന്ന പോലെ ചീര, ക്യാബേജ്, കോളിഫ്ലവർ, ഇതെല്ലാം ഓക്സലേറ്റ് കണ്ടൻസ് ഹൈ ആണ്. പിന്നെ യൂറിക് ആസിഡ് കണ്ടൻസ് കൂടുതലുള്ള നട്ട്സ്, കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, ഇതൊക്കെ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ സിട്രേറ്റ് ഉള്ള ഫുഡ്സ് നല്ലതാണ്, ലൈക്ക് ലൈം ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഡെയിലി രാവിലെയും വൈകിട്ടും കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് പിന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അത് സ്റ്റോണിന് വലിയൊരു റിസ്ക് ഫാക്ടറാണ്. ഒബീസിറ്റി, ഡെയിലി എക്സസൈസ് ആസ് യൂഷ്വൽ ചെയ്യുക, വെയിറ്റ് എപ്പോഴും കൺട്രോളായി നിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പേഷ്യൻസിനോട് സജസ്റ്റ് ചെയ്യാറുള്ളത്. ലക്ഷണങ്ങളെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഇപ്പം മൂത്രത്തിലൂടെ ചോരയൊക്കെ പോകുന്നത് ഒരു തവണയല്ലേ വന്നുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കാതെ ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നൊരു കാര്യം അല്ലേ. പിന്നെ സ്വയം ചികിത്സ ഒഴിവാക്കി നേരെ ആശുപത്രിയിലേക്ക് തന്നെ വരിക. അപ്പോൾ ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കാനുള്ള ഒരു പ്രചോദനം ഇതിൽ നിന്ന് ആളുകൾക്ക് ഉണ്ടാവട്ടെ എന്നും കൂടി പറയാണ്.